ഇവിടെ ഇവർ ഒരു കുട്ടിയെ ദത്തെടുക്കാനായി വരുന്നു. ഇവൻ ജനിച്ചപ്പോൾ ഇവന്റെ കയ്യിൽ 4 വിരലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവനെ ആര് ദത്തെടുത്താലും അവർ 6 ദിവസത്തിൽ തന്നെ കോടീശ്വരന്മാരാകും. ഇവർ 3 മാസമായി വീടിന്റെ വാടക പോലും കൊടുക്കാനാവാതെ കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇവനെ ദത്തെടുത്ത് കോടീശ്വരന്മാരാകാമെന്ന് പ്ലാൻ ചെയ്യുന്നു. ഇവനെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ ഇവർ ആഗ്രഹിക്കുന്നത് കിട്ടൂ എന്ന് ആശ്രമത്തിലെ ലേഡി പറയുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന കാശ് വെച്ച് ആദ്യത്തെ ദിവസം അവൻ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. അവനത് സന്തോഷത്തോടെ കഴിച്ചിട്ടുറങ്ങുന്നു. അപ്പോൾ ഇവർ ഒത്തിരി കാശ് കിട്ടുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നു. നോക്കുമ്പോൾ വീടിന് മുകളിൽ നിന്ന് ഒരു കെട്ട് കാശ് അകത്ത് വന്ന് വീഴുന്നു. അത് കണ്ടതും വളരെയധികം സന്തോഷിക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഒത്തിരി ടോയ്സ് വാങ്ങിക്കൊടുത്ത് അവനെ വീണ്ടും സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ ദിവസം രാത്രിയും അവൻ സന്തോഷത്തോടെ ഉറങ്ങുന്നു. അന്ന് രാത്രി നോക്കുമ്പോൾ വീടിന്റെ മുകളിൽ എവിടെ നിന്നോ ഒരു സ്വർണ്ണവള വന്ന് വീഴുന്നു. പക്ഷെ എത്രയ്ക്ക് കാശ് കിട്ടിയിട്ടും ഈ ലേഡി മാത്രം അവനോട് ആത്മാർത്ഥമായ സ്നേഹം കാണിക്കുന്നു. അത് കണ്ട് ഇയാൾക്ക് ടെൻഷൻ തോന്നുന്നു. കാരണം ആ കുട്ടിയെ ദത്തെടുത്ത ആരും തന്നെ 7 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് 6ാമത്തെ ദിവസം കാശ് കിട്ടി കഴിയുമ്പോൾ ആ കുട്ടിയെ കൊല്ലാൻ തീരുമാനിക്കുന്നു. നോക്കുമ്പോൾ 5ാമത്തെ ദിവസം അവരുടെ വീടിനടുത്തുള്ള വലിയ വേസ്റ്റ് കുമ്പാരം ആ കുട്ടിയുടെ ദേഹത്ത് വിടാൻ പോകുന്നു. അവനെ രക്ഷിക്കുന്നതിനായി ആ ലേഡി അവന്റെ അടുത്തേക്ക് ഓടുന്നു. അവളെ രക്ഷിക്കാൻ ഇയാളും ഓടുന്നു. 3 പേരും വേസ്റ്റിന്റെ അടിയിൽ പെടുന്നു. കണ്ണു തുറക്കുമ്പോൾ അവർ ആഗ്രഹിച്ചതുപോലെ കൊട്ടാരം പോലെ ഒരു വീട്ടിലാണ് അവരുള്ളത്. അവിടെ തന്നെ അവൻ ആഗ്രഹിച്ചതുപോലെ കെട്ടുകെട്ടായി കാശുമുണ്ട്. 6ാമത്തെ ദിവസം തന്നെ അവൻ ചോദിച്ചതെല്ലാം കിട്ടിയതുകൊണ്ട് ആ കുട്ടിയെ കൊല്ലാൻ തയ്യാറെടുക്കുന്നു. പക്ഷെ അവസാനം ഇവന്റെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിക്കുന്നതിനായി ഭാര്യ തന്നെ അവനെ കൊല്ലുന്നു. അവളും മരിക്കുന്നു.